നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ വിചിത്രമായ ആരാധനാ രീതികളുണ്ട്. ഒരേ സമയം അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ തുടർന്നു വരുന്ന ആരാധനകൾ പലതും. സ്ത്രീകളുടെ ആർത്തവത്തെ അശുദ്ധമായി കാണുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ ആർത്തവത്തെ ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ട്. അതാണ് ആസാമിലെ ഗുവാഹത്തിയിലെ കാമാഖ്യ ദേവി ക്ഷേത്രം. സ്ത്രീയെയും ആർത്തവത്തെയും പരിശുദ്ധമായി കണക്കാക്കുന്ന ഒരു ക്ഷേത്രം. ചരിത്രപരമായും ഐതിഹ്യപരമായും ഏറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. ഗുവാഹത്തിയിൽ നിന്നും 7 കിലോമീറ്റർ അകലെ നിലാചൽ കുന്നിലാണ് കാമാഖ്യ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8-ാം നൂറ്റാണ്ടിന്റെയും 10-ാം നൂറ്റാണ്ടിന്റെയും ഇടയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടും. ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആർത്തവത്തെക്കുറിച്ചുള്ള വിശുദ്ധ സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കാമാഖ്യ ദേവിയുടെ പ്രതീകമായ ഒരു ശിലയാണ്. കാമാഖ്യ ദേവിയുടെ മറ്റ് അവതാരങ്ങളായ ത്രിപുര സുന്ദരി, കലാല, മാതങ്കി എന്നിവയാണ് ക്ഷേത്രത്തിന്റെ ഉപദേവതകൾ. കാമാഖ്യ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ദേവിയുടെ ആർത്തവമാണ്. ജീവൻ നിലനിർത്തുന്ന ഉൽപാദന ശക്തിയുടെ പ്രതീകമാണ് ആർത്തവം. മറ്റുള്ള ചിന്താഗതി പോലെ ഇവിടെയുള്ള ദേവിയുടെ ആർത്തവ ചക്രം നാണക്കേടിന്റെ ഉറവിടമല്ല, മറിച്ച് വിശ്വാസികളെ ബന്ധിപ്പിക്കുന്ന ദിവ്യവും പവിത്രവുമായ ഒരു ചടങ്ങാണ്. ദേവിയുടെ ആർത്തവ ചക്രത്തിന്റെ ഉത്സവമാണ് അംബുബാച്ചി മേള. മൺസൂൺ കാലത്ത് നടക്കുന്ന ഈ മേള നടക്കുമ്പോൾ ക്ഷേത്രം 3 ദിവസം അടച്ചിടുന്നു. അന്നേ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ആർക്കും തന്നെ പ്രവേശനമില്ല. 4-ാം ദിവസം ക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നു. ദേവിയുടെ ആർത്തവ സമയത്ത് ക്ഷേത്രത്തിനരികിലെ ബ്രഹ്മപുത്ര നദി പോലും ചുവന്ന നിറത്തിലായിരിക്കുമെന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിനുള്ളിലൂടെ ഒഴുകുന്ന നീരുറയ്ക്ക് പോലും ചുവന്ന നിറമുണ്ടാകും. ഭക്തർ ദേവിക്ക് തങ്ങളുടെ മതപരമായ വഴിപാടുകളുടെ ഭാഗമായി ആട്, പ്രാവ് തുടങ്ങിയ മൃഗങ്ങളെ ബലിയർപ്പിക്കും. മൃഗബലിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം ഇവിടെ പെൺമൃഗങ്ങളെ ബലി അർപ്പിക്കാറില്ല എന്നതാണ്. പകരം ആൺമൃഗങ്ങളെ മാത്രമാണ് ഇവിടെ ബലി കൊടുക്കുന്നത്. ഈ മാംസമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. ഈ ഇറച്ചി ഭക്ഷിച്ചാൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ഇവിടെ എത്തുന്നവർ എല്ലാവരും മാംസം കഴിക്കണമെന്ന് നിർബന്ധവുമില്ല. ഭക്തർക്കായി ദേവിക്ക് നേതിച്ച സസ്യാഹാരവും നൽകുന്നുണ്ട്. ചില സമയങ്ങളിൽ മത്സ്യം ചട്നിയായി നൽകും. ദേവിയുടെ ആർത്തവ രക്തം പുരണ്ടുവെന്ന് വിശ്വസിക്കുന്ന വസ്ത്രങ്ങൾ ഭക്തർക്കായി വിതരണം ചെയ്യുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. പ്രത്യുൽപാദനത്തിന്റെ ദേവിയാണ് കാമാഖ്യ എന്നതുകൊണ്ട് ഇത്തരം വസ്ത്രങ്ങൾ സൂക്ഷിച്ചാൽ മക്കൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം. കാമ എന്നാൽ സംസ്കൃതത്തിൽ പ്രണയം അല്ലെങ്കിൽ ആഗ്രഹം എന്നാണ് അർത്ഥം. അതായത് കാമാഖ്യ എന്നാൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം. ഐതിഹ്യപ്രകാരം ഇത് സതീദേവിയുടെ സ്മരണക്കായുള്ള ഒരു ക്ഷേത്രമാണ്. പരമശിവന്റെ ഭാര്യയായ സതീദേവിയുടെ ശക്തി ചൈതന്യം അതിന്റെ ഉഗ്രരൂപത്തിൽ ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം. തന്റെ അച്ഛൻ ദക്ഷൻ നടത്തുന്ന യാഗത്തിന് പരമശിവന്റെ സമ്മതമില്ലാതെ സതി പോകുന്നു. സതിയെയും ശിവനെയും പരസ്യമായി ദക്ഷൻ അപമാനിക്കുന്നു. അതിന്റെ ദുഃഖം താങ്ങാനാകാതെ സതി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുന്നു. ഇതറിഞ്ഞ് എത്തിയ ശിവൻ സതിയുടെ കത്തിക്കരിഞ്ഞ ശരീരം കയ്യിലെടുത്ത് ലോകം മുഴുവൻ അലഞ്ഞു തിരിയുന്നു. ശിവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മഹാവിഷ്ണു സതിയുടെ ശരീരം സുദർശന ചക്രം ഉപയോഗിച്ച് 51 കഷ്ണങ്ങളാക്കി ഓരോ ഭാഗത്തേക്കും വലിച്ചെറിയും. അത് വന്നു വീണ സ്ഥലങ്ങളിലെല്ലാം ഓരോ ക്ഷേത്രങ്ങളുണ്ടായി. അതിൽ സതിയുടെ യോനിഭാഗം വീണ സ്ഥലമാണ് പിന്നീട് കാമാഖ്യ ക്ഷേത്രമായി മാറിയത്.